എന്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾ അവരെ കൂട്ടാൻ നിങ്ങൾക്ക് ശബ്ദിക്കരുത്, ശബ്ദം ഉണ്ടാക്കരുത്, നീ എന്തിനാണ് ഇങ്ങനെ വിളിക്കേണ്ട ആവശ്യമുണ്ട് നിങ്ങൾ ഒച്ചുണ്ടാക്കരുത്. ഇതിൽ എന്തെങ്കിലും സംഭവിച്ചാലും അത് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാറ് സന്നദ്ധനായിട്ട് നിൽക്കുക. ഹലോ, എവിടെയാ? ഞാനിപ്പോ സ്റ്റുഡിയോയിലാണ്. ഇയാള് സജിനയും ഈ പറഞ്ഞ റസൂൽ പൂക്കുട്ടിയായിട്ട് റിലേഷൻഷിപ്പ് ആയ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് സജിന സൂയിസൈഡൽ അറ്റംപ്റ്റിന് ശ്രമിക്കുന്നു. ഇത് കാരണം റസൂൽ പൂക്കുട്ടി എന്റെ ഫോണിലേക്ക് കോൾ ചെയ്യുന്നു. ആരും കണ്ടിട്ടില്ല കേട്ടോ. എന്തോ ഒരു സൗമ്യം. ഞാൻ ഇതുവരെയ്ക്കും അത്തരത്തിലൊരു കാര്യം ചെയ്തിട്ടില്ല. സജിന അത്തരത്തിലൊരു കാര്യം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയത്തുമില്ല. നീക്ക് പേടിയുണ്ടോ? പിന്നെ ഉമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ ബ്രീത്ത് ചെയ്യാൻ പറ്റാണ്ടായി, ഭയങ്കര ആങ്സൈറ്റി ആയി. അങ്ങനെ ഞാൻ ടിക്കറ്റ് 11:10 ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു. അങ്ങനെ കൊണ്ടുപോകുന്ന വഴിക്ക് ഡോക്ടറെ കാണിക്കാനായിട്ട് വഴിക്ക് കൊണ്ടിറക്കി. ഹലോ, ഐ ആം മുകേഷ് യാദവ് മാധവ്. അങ്ങനെ റസൂൽ പൂക്കുട്ടിയും സജിനയും തമ്മിലുള്ള അവിഹിതം വേറൊരു വഴിത്തിരിവിലേക്കായിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ തുടക്കം എവിടെയാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും. അതും സജിന തന്നെയാണ് ഒരു ഫോട്ടോ സ്റ്റോറിയായിട്ട് ഇട്ടതിൽ തുടർന്ന് തുടങ്ങിയ വിഷയങ്ങൾ. അതായത് റസൂൽ പൂക്കുട്ടിയെ ട്രാപ്പിലാക്കാൻ വേണ്ടി അറിഞ്ഞുകൊണ്ട് ചെയ്ത ഒരു പ്രവൃത്തിയാണെന്നാണ് ദിയാസന പറയുന്നത്. ഇതൊക്കെ എന്തുകൊണ്ട് ഇപ്പോൾ വെളിച്ചത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സജിന പറഞ്ഞ പല കാര്യങ്ങളും മാറ്റിപ്പറയേണ്ട അവസ്ഥയും വന്നു. അതുപോലെ തന്നെ കള്ളത്തരമാണെന്ന് തെളിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനൊരു സ്ഥിതി വന്നത്. ഇവിടേക്ക് ഒന്ന് ചിന്തിക്കേണ്ടത്, എന്തുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ സജിന തുറന്നു പറഞ്ഞിട്ടും ആരും ഒന്നും വിശ്വസിക്കാത്തത്? കാരണം മറ്റൊന്നുമല്ല, ഒരു സ്റ്റോറി ഇട്ടതിന് ശേഷം എൻ്റെ ഫോൺ ഹാക്ക് ചെയ്തു, ആ സ്റ്റോറി ഇട്ടത് ഞാനല്ല, അതാരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു, അതിനേരെ എന്തായാലും ലീഗലായിട്ട് ഞാൻ മൂവ് ചെയ്യും, ആളെ കണ്ടുപിടിക്കുമെന്നൊക്കെ പറഞ്ഞ് ആഭ്യന്തരമന്ത്രിയുടെ അടുത്ത് പോവുകയൊക്കെ ചെയ്ത്. പക്ഷേ സജിനയുടെ കൂട്ടുകാരിയായിരുന്ന ദിയാസന തന്നെ ഇപ്പോൾ പറയുന്നുണ്ട് അതൊക്കെ ഫേക്കായിരുന്നു, അത് സജിന തന്നെ ഇട്ടതായിരുന്നു. അതായത് സജിന സ്റ്റോറി ഇട്ടതിന് ശേഷം സജിനെ പലരും വിളിച്ച് അഭിനന്ദിച്ചിരുന്നു. അങ്ങനെയുള്ളപ്പോൾ പിറ്റേ ദിവസം വന്ന് എൻ്റെ ഫോൺ ഹാക്ക് ചെയ്തു, ഞാൻ അറിയാതെയാണ് സംഭവിച്ചത് എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോഴാണ് അവിടെ കള്ളത്തരം പുറത്തായത്. എന്തായാലും കള്ളത്തരം തെളിയിക്കുന്ന ഒരു വോയിസ് റെക്കോർഡ് കൂടി ദിയാസന ഇപ്പോൾ പുറത്തു വിട്ടിട്ടുണ്ട്. എന്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കേണ്ട ആവശ്യമുണ്ട്. അവരെ കൂട്ടാൻ നിങ്ങൾ ഫോൺ വെക്കൂ. ഞാൻ ഇപ്പൊ ഏത് അവസ്ഥയിലും പ്രത്യേകിച്ച് ഇവിടെ കൂടെ കൊണ്ടുവന്നിരിക്കുന്ന നിങ്ങളിപ്പോ സമാധാനമായിട്ട് ഇരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, ഇവള് കിടന്ന് കാണിക്കുന്ന സാധനത്തിനകത്ത് നിങ്ങൾ വീണ്ടും നിന്ന് കൊടുക്കണ്ട. നിങ്ങൾ ഓൾറെഡി ഇപ്പൊ പ്രശ്നത്തിലായിട്ടുണ്ട്. നിങ്ങൾ അവളെ വഴിക്ക് വിട്ടിട്ട് അവളെ കയറ്റി വിടാൻ നോക്ക്. നിങ്ങൾ എന്നിട്ട് നിങ്ങളെ കാര്യം നോക്ക്. ഇതിൽ എന്തെങ്കിലും സംഭവിച്ചാലും അത് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാറ് സന്നദ്ധനായിട്ട് നിൽക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. എന്തായാലും പറയാനല്ലോ, ഇതൊക്കെ ചോദിച്ചു വാങ്ങുകയാണ് ചെയ്യുന്നത്. ഓരോരുത്തരെയും ഈ വിഷയത്തിലേക്ക് എടുത്തിട്ട് അവരെ കൊണ്ട് തന്നെ സത്യം പറയിപ്പിക്കുന്ന ഒരു രീതിയാണ് സജിന ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. എന്തായാലും ദിയാസന പുറത്തോട്ട് ആ കോൾ റെക്കോർഡ് കേൾക്കുമ്പോൾ മനസ്സിലാവും അന്ന് ഫോൺ ഹാക്ക് ചെയ്തത് ശരിയാണോ ഇല്ലയോ എന്നുള്ളത്. ഹലോ അതിലേ, എവിടെയാടാ? ഞാൻ വീട്ടിലുണ്ട്. എന്തുവാടാ പിന്നെ എന്താ വിശേഷം? നല്ല വിശേഷം. അതെ, ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വിളിച്ചാണ്. അന്ന് നീ പറഞ്ഞായിരുന്നില്ലേ സജ്ജന മറ്റേ ഫോട്ടോ ഇട്ട സമയത്ത് നീ വിളിച്ചിരുന്നു ഒന്ന് കൺഗ്രാലേറ്റ് ചെയ്യാൻ വേണ്ടിട്ട്? അല്ല, ഇപ്പം കുറച്ച് വിഷയങ്ങളൊക്കെ നിൽക്കുന്നത് കൊണ്ടിട്ടാണ് അവരന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ അത് ആ ഫോട്ടോ AI ആണ്, അത് ഫേക്ക് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പരാതി നൽകി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ. അത് കണ്ടായിരുന്നോ? ഞാനത് കണ്ടിരുന്നു. പിന്നെ ഇല്ല, അത് ആ സ്റ്റോറി അവര് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടേ അന്ന് രാത്രിയാണ് ഞാൻ കാണുന്നത്. റാൻഡംലി ഇങ്ങനെ സ്റ്റാറ്റസ് നോക്കിയപ്പോ കണ്ടതാ. അല്ല, ഇപ്പൊ കുറച്ച് പ്രശ്നങ്ങളിലൊക്കെ നിൽക്കുന്നതായിട്ട് അറിയാലോ അല്ലേ? അല്ല, ഞാൻ എന്താ വിളിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവരിട്ട ഫോട്ടോ ആ സമയത്ത് നിങ്ങൾ കോൾ ചെയ്തിരുന്നെന്ന് പറഞ്ഞിരുന്നില്ലേ എന്റെ അടുത്ത്? ഞാൻ വിളിച്ചിട്ട് നോർമലി ഇങ്ങനെ ഒരു ഇത് കണ്ടപ്പോ ഞാൻ വിളിച്ചു. അപ്പൊ ഞാൻ കൺഗ്രാജുലേഷൻസ് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ താങ്ക് യു മോനി എന്നൊക്കെ പറഞ്ഞ് എന്നോട് സംസാരിച്ചു. ഇതെന്താ വിളിച്ചെന്നറിയാം? താങ്ക് യു സോ മച്ച്. ഇത് പറഞ്ഞത് എന്താ വെച്ചാല്, ഞാൻ വിളിച്ചത് ഇത് ആളുകളുടെ മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അത് ഫേക്ക് ആയിരുന്നു പറഞ്ഞല്ലോ. അപ്പം അതെ, നമുക്ക് ആ വിഷയം അറിയാലോ, അത് അതുലിനും അറിയാലോ ഇവർ റിലേഷൻഷിപ്പിലാന്നുള്ളത്. അപ്പൊ അത് അറിയാൻ വേണ്ടി ഒന്ന് വിളിച്ചതാടാ. ഓക്കെ കേട്ടോ, താങ്ക് യു. ഈ കോൾ റെക്കോർഡ് എന്തുകൊണ്ടായിരിക്കും ദിയാസന ഇപ്പോൾ എടുത്തിട്ടത്? കാരണം സജിന പറയുന്നത് പലതും കള്ളത്തരമാണ്, ഇങ്ങനെയാണ് സജിന ഓരോ കള്ളത്തരങ്ങൾ പറഞ്ഞ് ആളുകളെ വിശ്വസിപ്പിക്കുന്നത് എന്ന് തെളിയിക്കാൻ വേണ്ടിയായിരിക്കും ദിയാസന ഇപ്പോൾ ഇങ്ങനൊരു കോൾ റെക്കോർഡ് എടുത്ത് പുറത്തിട്ടത്. അതെന്തായാലും കാര്യമായെന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ തന്നെ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ഫിറോസ് ഖാൻ നല്ല രീതിയിലാണ് എല്ലാ കാര്യങ്ങളും പുറത്തു കൊണ്ടുവന്നത്. അവിടെയൊക്കെ ഓർക്കേണ്ടത് സജിന ഫിറോസ് അത് നിരസിച്ചിട്ട് പോലും ഇല്ല, അതൊക്കെ അക്സെപ്റ്റ് ചെയ്തു. അതൊക്കെ ശരിയാണ്, ഞാനിങ്ങനെ ഒളിച്ചോടി പോയിട്ടുണ്ട്, പിന്നീട് തിരിച്ചു വന്നു, അത് ഫിറോസിനൊരു പണി കൊടുക്കാനായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ സജിനയുടെ ക്രെഡിബിലിറ്റിയാണ് അവിടെ പോയത്. അവിടെയൊക്കെ സജിന പറയുന്നത് പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ പീഡിപ്പിച്ചിട്ടും അതുപോലെ തന്നെ MDMA പോലുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിച്ചിട്ടും നിങ്ങൾക്കൊന്നും ചോദ്യം ചെയ്യാനില്ലേ, എൻ്റെ അവിഹിതം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ലേ എന്ന രീതിയിലൊക്കെ പറയുമ്പോൾ ആരും അത് ചെവിക്കൊള്ളുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, സജിന പറയുന്ന പല അലിഗേഷൻസിനും ഒരു തെളിവ് പോലും സജിന ഹാജരാക്കിയിട്ടില്ല. ആകെ ഫിറോസ് ഖാന്റെ ഒരു കോൾ റെക്കോർഡ് മാത്രമാണ് സജിന പുറത്തു വിട്ടത്. എന്തായാലും സജിന ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. നിന്റെ കൂടെ ഉള്ള ആൾക്കാർ നിന്നെ പണിയാത്ത എന്താണെന്നറിയാവോ? കാരണം അവരും സെയിം തെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും അവർ പേടിക്കും. കാരണം നിന്റെ പേരിൽ ഒരു അലിഗേഷൻ കൊണ്ട് അല്ലെങ്കിൽ ഒരു കേസ് കൊണ്ട് കൊടുക്കുമ്പോൾ അവരും കൂടെ അല്ലേ പൊങ്ങുന്നത്. അപ്പം തെറ്റ് ചെയ്യാത്ത ആൾക്കാർ ഇതുപോലെ പ്രതികരിക്കും. അപ്പം എൻ്റെ മോളെ, നിനക്ക് മാത്രമല്ല ഫിറോസ് ഖാനും പിന്നെ എന്നെക്കൊണ്ട് നശിപ്പിക്കാൻ വേണ്ടി പോയ ഒരു ദുബായിൽ ഒരുത്തുണ്ട്. ഞാൻ ആ വീഡിയോക്കകത്ത് പ്രത്യേകം എന്തോ ഭാഗ്യത്തിന് ആ സാധനം പറഞ്ഞിട്ടുമുണ്ട്. അത് കണ്ടിട്ട് ട്രിഗർ ചെയ്തിട്ട്
അടുത്തൊരു വോയിസ് റെക്കോർഡ് വന്നിട്ടുണ്ട്, റോഷ്നി എന്ന് പറഞ്ഞിട്ട്, ദുബായിലെ ഏറ്റവും നമ്പർ 1, എനിക്കത് പറയാൻ താല്പര്യമില്ല, അങ്ങനത്തെ ഒരുത്തി. നിങ്ങൾ ഇപ്പോൾ അവളെ വോയിസ് മാത്രമേ കേട്ടിട്ടുള്ളൂ, ഇനി അവളുടെ ഫോട്ടോകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതും കൂടെ ഞാൻ ഇതിനകത്ത് എഡിറ്റ് ചെയ്ത് കേട്ടാം, കാരണം ഫോട്ടോ എൻ്റെ കയ്യിൽ കാണിച്ചു തരാം ഞാനത്. അവളാണ് റോഷ്നി. കാരണം എന്തായാലും ഞാൻ ഇത്രയും അറിയില്ലേ. അപ്പോൾ എന്നെ ഒന്ന് ഭയങ്കരമായിട്ട് റോഷ്നി, നീ എന്നെ നശിപ്പിക്കാൻ നോക്കിയ നിന്നെ ഞാൻ വെറുതെ വിട്ടണം, പോട്ടെ ജീവിക്കുക എന്ന് പറഞ്ഞ് വെറുതെ വിട്ടവളെ നീ ആയിട്ട് ചൊറിഞ്ഞ് മേടിക്കരുത്. എന്തായാലും ദുബായിലെ ചേച്ചി ഒരു കോൾ റെക്കോർഡ് ഇപ്പം പുറത്തു വിട്ടിട്ടുണ്ട്. അതായത് സജിനെ അവിടെ എന്താണ് കാട്ടിക്കൂട്ടിയത്, സജിനെ അവിടെ ലഹരി മരുന്നുകൾ ഉപയോഗിക്കുമായിരുന്നു, MDMA യൂസ് ചെയ്യുമായിരുന്നു, അതുപോലെ തന്നെ നിരവധി ആൺസുഹൃത്തുക്കളുണ്ടായിരുന്നു, അവരിൽ നിന്നെല്ലാം പണം തട്ടിയിരുന്നു എന്നൊക്കെ ഉള്ള രീതിയിലുള്ള കുറേ കഥകൾ ആ ദുബായിലെ കൂട്ടുകാരി പറയുന്നുണ്ട്. അതിന് തെളിവും അവർ ഹാജരാക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഒരു വിഷയം വേറൊരു തരത്തിലേക്ക് പോകുന്നതായിട്ടും നമ്മൾ കാണേണ്ടി വരും. ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്ത് വീഡിയോ കോൾ സംസാരിച്ച് ശരി, ആ കുഴപ്പമൊന്നുമില്ല, ഇവിടെ എല്ലാം ഓക്കെയാണ്, ആ ശരി എന്ന് പറഞ്ഞ ഫോൺ വെച്ചിട്ട് ഇവളെന്താക്കും, റസൂൽ പൂക്കുട്ടിയിൽ സംസാരിക്കും. ഈ റസൂൽ പൂക്കുട്ടി പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്, സജന ഞാൻ എൻ്റെ ഫാമിലിയുടെ കൂടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ വിളിക്കരുത്, എനിക്കത് പ്രശ്നമാണ്, എന്നെ വിളിക്കരുത്, എൻ്റെ ഭാര്യ അറിഞ്ഞാൽ അത് പ്രശ്നമാകും. പക്ഷേ ഇവൾക്ക് അത് പറയുമ്പോഴാണ് കള്ളില്ലാണ്ട് പറ്റില്ല. MDMA എന്നൊരു സാധനം ഇവിടെ പറഞ്ഞല്ലോ വീഡിയോയിൽ, എനിക്ക് അത് കണ്ടുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇത് ചെയ്യണത്. ഈ MDMA എന്ന് പറഞ്ഞ സാധനം സജനനെ തലക്ക് പിടിച്ച് നമ്മളിങ്ങനെ കുലുക്കിയാലില്ലേ, സജനയുടെ മൂക്കിൽ നിന്ന് ഒരു 3-3.5 കിലോ MDMA കിട്ടും. സത്യമാണ് ഞാൻ പറയണം, ഈ സാധനം ഇല്ലാതെ സജനക്ക് പറ്റില്ല. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ അഡിക്ഷനാണ്. ഇവിടെ ഏതെങ്കിലും ഒരു പ്രോഗ്രാം എടുത്ത് ആ പേജിൽ നോക്കിയാൽ അറിയാം, സജനയുടെ ഒരു ഡാൻസ് ഉണ്ട് അതിനകത്ത്, അടിച്ച് കയറ്റിയിട്ട് സ്റ്റേജിൽ കയറിയ സജന, സ്റ്റേജിൽ കയറിയ സ്റ്റെപ്പ് വരെ മറന്നുപോയിട്ട് ഇവൾ സ്റ്റേജിൽ ഇറങ്ങി പോകുന്നില്ല, കവറപ്പ് ചെയ്ത് നെക്സ്റ്റ് പിള്ളേർ കയറി കൂടെ കഴിക്കുന്ന പിള്ളേർ കവറപ്പ് ചെയ്ത് കളിച്ചിട്ടാണ് ആ പ്രോഗ്രാം ഇതാക്കിയത്. ഈ പറഞ്ഞ ലക്ഷ്മിയൊക്കെ കാല് പിടിച്ചിട്ടാണ് സജന ഒന്ന് അവർ സ്റ്റേജിൽ കയറ്റിയത്. അപ്പോൾ അവൾ ചെയ്ത കാര്യമാണത്. ഈ സാധനം അടിച്ച് കയറ്റി തിരിഞ്ഞ് എന്താണ് ഇതില്ലാണ്ട് അവൾക്ക് പറ്റില്ല. ആ സാധനം കണ്ടിട്ടേ ഇല്ലാന്ന് പറഞ്ഞപ്പം എനിക്ക് അതാണ് ഏറ്റവും വലിയ അത്ഭുതം തോന്നിയത്. കഞ്ചാവ്, ഈ പറഞ്ഞ സാധനം, സിഗരറ്റ് 2 മണി 3 മണിക്കൊക്കെ താഴെ ഗ്രോസറിയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. എവിടെയെങ്കിലും ഒരു വീട്ടിൽ കയറ്റാൻ കൊള്ളൂല. എന്തായാലും ഈ പ്രശ്നമൊക്കെ ഒന്ന് ഒതുക്കി തീർക്കാൻ വേണ്ടി പൂക്കുട്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ വള്ളിയും സജിനെ പിടിച്ചുകൊണ്ട് വരികയാണ്. ഇത് സജിനെ അറിയാതെ ചെയ്യുന്നതാണോ അതോ പൂക്കുട്ടിയെ കുരുക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ എന്നറിയത്തില്ല. കാരണം ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പം തൻ്റെ കഥകളെല്ലാം പുറത്തു വരും എന്നുള്ളൊരു വിചാരം വേണ്ടേ. അതില്ലാതെയാണ് ഓരോരുത്തരെയും പോയി വെല്ലുവിളിക്കുന്നത്. അവിടെയൊക്കെ അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല, നഷ്ടപ്പെടാനുള്ളത് സജിനയ്ക്കായിരിക്കും. കാരണം സജിന ആദ്യമേ ഒരു വീഡിയോ ഇട്ടപ്പം സജിനയ്ക്ക് നല്ല സപ്പോർട്ട് കിട്ടിയതാണ്. പെട്ടെന്ന് ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു, പിന്നെ അങ്ങോട്ട് എന്തോ കോംപ്രമൈസ് ടോക്കായി, അതുപോലെ തന്നെ ഹാക്ക് ചെയ്തെന്ന് പറഞ്ഞു. അങ്ങനെ പല കള്ളത്തരങ്ങളും കാണിക്കുകയും ഫിറോസ് ഖാൻ എന്താണ് സംഭവിച്ചെന്ന് ഒരു വീഡിയോ ഇടുകയും ചെയ്തപ്പോഴാണ് ആളുകളെല്ലാം നേരെ തിരിഞ്ഞത്. കാരണം ഫിറോസ് ഖാൻ്റെ ആ വീഡിയോയിൽ തന്നെ ഫിറോസ് ഖാൻ എന്തുമാത്രം അനുഭവിച്ചെന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ സജിന ഇങ്ങനൊരു വ്യക്തിയാണോ എന്നുവരെ പലരും ചോദിച്ചു പോകും. എന്തായാലും സജിനയുടെ ഈ വെല്ലുവിളിയൊക്കെ സ്വീകരിച്ചുകൊണ്ട് തന്നെ ദിയാസന ഇപ്പം ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അതിലെ കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. സജിനെ പരിചയപ്പെടുമ്പോഴും സജന ഫിറോസിക്കായുമായിട്ട് ഡിവോഴ്സ് ചെയ്തു എന്നാണ് ഞങ്ങളടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഫിറോസിക്ക ടോക്സിക്കാണ്, പ്രശ്നമാണ്, ഞാൻ മാനസികമായിട്ട് വല്ലാത്ത ബുദ്ധിമുട്ടിലാണ്, എനിക്ക് അറിയില്ല, നീ ഫിറോസിക്കായ അറിയുന്നതല്ലേ, നിനക്ക് 10-15 കൊല്ലമായിട്ട് അറിയാന്നുള്ളതുകൊണ്ട് നീ ചിലപ്പോൾ ഫിറോസിക്കൊപ്പമായിരിക്കും, പക്ഷേ പുള്ളി എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞാണ് എൻ്റെ അടുത്ത് വന്ന് വിഷയങ്ങൾ പറയുന്നത്. നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു പെൺകുട്ടി അവരുടെ ഇമോഷൻ പറയുമ്പോഴത്തേക്കും നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യും, അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ്. നീ സമാധാനമായിട്ട് ഇരിക്കും എന്നൊക്കെ പറഞ്ഞു. ഇതുപോലെ ഞാൻ ഒരു പ്രാവശ്യം ഫിറോസിക്കായ വിളിച്ചിട്ട് എന്താ ഫിറോസിക്ക പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഫിറോസിക്ക ഒരിക്കൽ പോലും സജിനെ പറ്റിയിട്ട് ഒന്നും മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത്. അപ്പം ഞാൻ വിചാരിച്ചത് ഇവരെന്തായാലും ഡിവോഴ്സ് ആയി, ഇനി വേറെ പ്രശ്നമില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് സജിനയ്ക്ക് റസൂൽ പൂക്കുട്ടിയായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നത്. റസൂൽ പൂക്കുട്ടിയാണ് സജിനയുടെ കാമുകൻ എന്ന് സജിന എന്നോട് പറയാണ്. എൻ്റെ അറിവിലെ സജിന മോനെ ചക്കരെ മുത്തേ എന്ന് വിളിച്ച് നടക്കുന്ന ഒരു പാവ ഒരു ലേഡിയാണ്. സാധാരണ എല്ലാവരുടെ അടുത്തും വന്ന് ഭയങ്കര പാമ്പറിങ്ങിലൊക്കെ സംസാരിക്കും. അത് പലരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. തുടക്കത്തിൽ വളരെ സൗമ്യമായിട്ടായിരിക്കും എല്ലാവരോടും പെരുമാറുന്നത്, നല്ല റെസ്പെക്റ്റ് കൊടുക്കും. പിന്നീട് കാര്യങ്ങളെല്ലാം നേടിക്കഴിയുമ്പോൾ, ഇല്ലെങ്കിൽ അയാൾ നമ്മുടെ ട്രാക്കിലായി എന്ന് കരുതുമ്പോൾ, അങ്ങനെയുള്ള കുറേ പേര് നമ്മുടെ ചുറ്റുപാടും തന്നെ ഉണ്ട്. ആ ഒരു രീതിയിലുള്ള ആളാണെന്നാണ് ദിയാസന പറഞ്ഞു വെക്കുന്നത്. കാരണം ദിയാസനയ്ക്ക് അനുഭവമുണ്ട്, ഈ റസൂൽ പൂക്കുട്ടിയും സജിനയും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നത് ഈ ദിയാസനയും കൂടെ ചേർന്നായിരുന്നു. അവസാനം സജിന ദിയാസനയുടെ പേരിലും ഒരു അലിഗേഷൻ ചാർത്തി. അതായത് ഈ MDMA യൂസ് ചെയ്യുന്നൊരു വ്യക്തി, അതും ലഹരിക്കെതിരായിട്ട് പോരാടുന്നൊരു വ്യക്തിയാണ് ഈ ദിയാസന എന്ന് പറയുന്ന വ്യക്തി. അങ്ങനെയുള്ളപ്പോൾ ദിയാസനയ്ക്കെതിരെ ഇങ്ങനൊരു ആക്ഷേപം ഉന്നയിക്കുമ്പോൾ അത് ദിയാസനയ്ക്ക് നല്ല രീതിയിൽ കൊള്ളും. പലരും ചോദിക്കും, ഇങ്ങനൊരു വ്യക്തിയാണോ, ഇങ്ങനെ പലർക്കും ഇത് കൊടുക്കാറുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ വരും. കുടുംബത്തെ മൊത്തത്തിൽ ബാധിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് സോഷ്യലി പല കാര്യങ്ങളും ചെയ്യുന്നൊരു വ്യക്തി കൂടി ആയതുകൊണ്ട് തന്നെ അവർക്ക് നല്ല രീതിയിൽ ഹെയ്റ്റ് ഉണ്ടാവും. ഇതിലിനി ആര് പറയുന്നതാ സത്യമെന്ന് അറിയത്തില്ല. എങ്കിലും ദിയാസന വ്യക്തമാക്കുന്നത് താൻ അങ്ങനെ ചെയ്തിട്ടില്ല, സജിനയുടെ തെളിവുണ്ടെന്നല്ലേ പറയുന്നത്, അത് പുറത്തു വിടാനാണ് പറയുന്നത്. അതിൻ്റെ കൂടെ റസൂൽ പൂക്കുട്ടിയുമായിട്ട് എന്തൊക്കെ നടന്നിട്ടുണ്ട്, അതായത് അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്തായിരുന്നു എന്നും കൂടെ തുറന്നു പറയുന്നുണ്ട്. എന്തായാലും അതും കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. സജിനയും ഈ പറഞ്ഞ റസൂൽ പൂക്കുട്ടിയായിട്ട് റിലേഷൻഷിപ്പ് ആയ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് സജിന സൂയിസൈഡൽ അറ്റംപ്റ്റിന് ശ്രമിക്കുന്നു. ഇത് കാരണം റസൂൽ പൂക്കുട്ടി എൻ്റെ ഫോണിലേക്ക് കോൾ ചെയ്യുന്നു, എത്രയും പെട്ടെന്ന് ഒന്ന് ചെല്ലാവോ, ഒന്ന് സജിനെ ഹെൽപ്പ് ചെയ്യാവോ എന്നൊക്കെ ചോദിക്കും. ഞങ്ങൾ ചെല്ലുമ്പോൾ അവൾ സൂയിസൈഡ് അറ്റംപ്റ്റിന് ശ്രമിക്കുന്നുണ്ടാവും. അവളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. അവൾക്ക് മാനസിക പ്രശ്നമുണ്ട് എന്ന് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ അവളെയും കൊണ്ട് ശ്രീകാര്യത്ത് നമ്മുടെ കിരൺ ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റിന് അവളെ കൊണ്ടുപോയിട്ടുണ്ട്.
അതായത് എന്നിട്ട് അവൾ വന്ന് പറയും പിറ്റേ ദിവസം എടി ഞാൻ വെറുതെ ഇക്കായെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാ കേട്ടോ ഇതൊക്കെ, എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, എന്നാലേ ഞാൻ വരച്ച വരയിൽ നിൽക്കോളം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും നീ എന്തോ ഇങ്ങനെയൊക്കെ ആവുന്ന ടോക്സിക് ആവുന്ന എന്താ എന്തിനാ എങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് ആ വിഷയങ്ങളെ എടുത്തിട്ട് സിമ്പിൾ ആയിട്ട് അങ്ങ് വിട്ട് കളയുമായിരുന്നു. അപ്പോൾ ഈ ഒരു പരിപാടി ഫിറോസിനോട് മാത്രമല്ല, റസൂൽ പൂക്കുട്ടിയും ഇങ്ങനെ ടോർച്ചർ ചെയ്യാറുണ്ട്. അതായത് ഫിറോസ് ഖാന് പണിയെടുക്കാൻ വേണ്ടി വേറെ ഒരു വ്യക്തിയിലൂടെയൊക്കെ ഇറങ്ങിപ്പോയതൊക്കെ സജന ഫിറോസ് തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇവിടെ റസൂൽ പൂക്കുട്ടിയുടെ കാര്യം കൂടെ എടുത്തു നോക്കുവാണെങ്കിൽ ഇപ്പോഴും പൊട്ടത്തരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അല്ലെങ്കിൽ റസൂൽ പൂക്കുട്ടി ഇങ്ങനെ പേടിപ്പിച്ച് നിർത്തുവോ? ഇവിടെ എല്ലാവരെയും സജനയ്ക്ക് പേടിപ്പിച്ച് നിർത്തണം, തൻ്റെ വരുതിയിൽ നിർത്തണം എന്നുള്ളതാണ് സജന ചെയ്തു വരുന്നൊരു പരിപാടി. അതിന് ഏത് രീതിയിലുള്ള കാര്യങ്ങളും പറഞ്ഞു വയ്ക്കും, അതുപോലെ തന്നെ ഏത് രീതിയിലുള്ള കാര്യങ്ങൾ വേണമെങ്കിലും ചെയ്യുകയും ചെയ്യും. അതാണ് ഇവിടെ ദിയാസൻ തുറന്നു പറയുന്നത്. കാരണം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ചക്കരെ മുത്തേ ഇക്കു മുത്തേ തേനെ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കണം കാണുമ്പോൾ നമ്മൾ ഇത്തരം പ്രൈവസിയിൽ ഇടപെടേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വിട്ട് കളയുന്നത്. ഞാൻ സജനയുടെ വീട്ടിൽ പോകുന്നത് റസൂൽ പൂക്കുട്ടി വിളിച്ചിട്ട് അവൾക്ക് പ്രശ്നമുണ്ട്, അവളുടെ അടുത്തേക്ക് പോകണം, അവളെ ഒന്ന് പോയി കാണണം, അവൾ ബുദ്ധിമുട്ടിലാണ്, അവൾ സൂയിസൈഡ് ചെയ്യാൻ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ അവരുടെ വീട്ടിൽ പോകുന്നത്. അല്ലാത്ത ഒരു സമയങ്ങളിലും ഞാൻ അവരെ വീട്ടിൽ പോയിട്ടില്ല, അവരെ കണ്ടിട്ടില്ല. ഇത്രയും സാധനം പറഞ്ഞു വെക്കുന്നത് എന്തുകൊണ്ട് ആളുകൾ ചോദിച്ചു, കുറെ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, മറുനാടൻ മലയാളിയെയും റസൂൽ പൂക്കുട്ടിയൊന്നും അല്ലല്ലോ ഇവിടെ വിഷയം, നിങ്ങളെ MDMA കേസല്ലേ വിഷയം, നിങ്ങൾ അത് തുറന്നു പറയൂ, മനസാക്ഷിയോട് ചോദിക്കൂ എന്നൊക്കെ പറഞ്ഞ് കുറെ കമന്റ്സുകൾ എനിക്ക് വന്നു. അതിനെതിരെ ഞാൻ പറയണമല്ലോ, എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്നെ വിമർശിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് എനിക്കത് പറയണമല്ലോ. അങ്ങനെയാണ് ഞാൻ അവരുടെ വീട്ടിൽ പോയിട്ടുള്ളത്. ഇന്ന് വരെ എനിക്ക് എൻ്റെ അറിവിലോ അവരുടെ വീട്ടിലോ ഞാൻ ഇതുവരെയും അത്തരത്തിലൊരു കാര്യം ചെയ്തിട്ടില്ല. സജന അത്തരത്തിലൊരു കാര്യം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയത്തുമില്ല. ദിയാസന ചെയ്തിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ ദിയാസനയ്ക്ക് അത് പ്രൂവ് ചെയ്യാൻ കഴിയും, കാരണം ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മതി. പക്ഷേ സജന പറയുന്നത് നമുക്ക് എല്ലാവർക്കും കൂടെ ചെന്ന് ബ്ലഡോ മുടിയോ മൂത്രമോ എന്തോ കൊടുക്കാം, എന്നിട്ട് തീരുമാനിക്കാം ആരാണ് MDMA യൂസ് ചെയ്യുന്നതെന്ന്. അതൊരു നല്ലൊരു ഓപ്ഷനാണ്. ചിലപ്പോൾ എല്ലാവരും കൂടെ അകത്ത് പോവുകയും ചെയ്യും. എവിടെയൊക്കെ പറച്ചിൽ കേട്ടിട്ട് എന്തൊക്കെയോ എവിടെയൊക്കെയോ ചില കുഴപ്പങ്ങളുണ്ട് എന്ന് കരുതി ഇവർ യൂസ് ചെയ്യുമെന്ന് പറയാനും കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ ആഭ്യന്തരമന്ത്രി ഇതൊന്ന് ഏറ്റെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡീലറേയും എല്ലാം ഒറ്റയടിക്ക് പൊക്കാൻ കഴിയുന്നതായിരിക്കും. കാരണം ഇവർക്ക് ആരാണ് കൊടുക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പലരെയും പൊക്കാമല്ലോ. എന്തായാലും അങ്ങനൊരു ഓപ്ഷനാണ് സജന വയ്ക്കുന്നത്. പിന്നെ ഞാനിപ്പോൾ വന്ന് മെയിനായിട്ട് എന്നെക്കുറിച്ച് ഇപ്പോൾ കുറേ അലിഗേഷൻ രണ്ടാമത് കുറേ വന്നു. ദിയാസനയുടെ കാര്യം, ഫിറോസ് ഖാനും കൂടെ. ഞാൻ അങ്ങനത്തെ ഒരു വൃത്തികെട്ട രീതി ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് MDMA കുറേ സാധനങ്ങൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ടെസ്റ്റ് ചെയ്യും. ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ ചിലപ്പോൾ ടെസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ ആയിരിക്കും. കാരണം എനിക്ക് വേഗം പേടിയുണ്ട്. എൻ്റെ വീട്ടിൽ എന്തെങ്കിലും കൊണ്ടുവച്ചിട്ടോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ശരീരത്തിൽ കൊണ്ട് ഇടുമെന്നൊക്കെ പേടിയുള്ളതുകൊണ്ട് എത്രയും വേഗം തന്നെ എന്നെ ടെസ്റ്റ് ചെയ്ത് എന്നെ അറിയാവുന്ന ആൾക്കാർ മുന്നിൽ ഞാൻ ഈ വക സാധനം ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് തെളിയിക്കേണ്ട കാരണം എനിക്കാണ്. ചിലപ്പോൾ ഈ വീഡിയോ ടെസ്റ്റ് ചെയ്ത ശേഷം അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന സമയത്ത് എടുത്തോളൂ. അതിനുശേഷം എൻ്റെ ശരീരത്തിൽ വന്നാലും അതിനുള്ള ഫുൾ ഉത്തരം ഞാൻ പോലീസ് സ്റ്റേഷൻ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ എന്തെങ്കിലും കൊണ്ടുവച്ചിട്ടുണ്ടോ എനിക്ക് പേടിയാണ്. കാരണം ക്രിമിനലായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പോൾ അതെന്തായാലും നെക്സ്റ്റ് അങ്ങനെ ചിന്തിക്കത്തുള്ളൂ. അതുകൊണ്ട് എനിക്ക് പേടിയുണ്ട്. അതുകൊണ്ട് ഞാൻ എന്നെ കൊണ്ട് ടെസ്റ്റ് ചെയ്യുക. ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ ഞാൻ പോകാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്റ്റേഷനാണ് അതിൻ്റെ ലീഗൽ എനിക്ക് അറിയത്തില്ല. പക്ഷേ ഞാൻ എന്തായാലും ലീഗൽ ആയിട്ട് തന്നെ ഞാൻ എന്നെ ടെസ്റ്റ് ചെയ്യും. ഞാൻ അവരുടെ കുറിച്ച് അതുപോലെ അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ദിയാസന നീ വന്ന് ടെസ്റ്റ് ചെയ്തി. അതേപോലെ തന്നെ റോഷിനി നീയും വന്ന് ടെസ്റ്റ് ചെയ്യണം. നിന്റെ ഫോട്ടോ വെളിയിലായിട്ടുണ്ടല്ലോ, നീയും വന്ന് ടെസ്റ്റ് ചെയ്യണം. ഫിറോസ് ഖാനെ എനിക്കറിയത്തില്ല ചെയ്തിട്ടുണ്ടല്ലോ, പക്ഷേ താനും വന്ന് ചെയ്യണം ഉറപ്പായിട്ടും. കാരണം നിങ്ങൾ 3 പേരാണ് എന്നെക്കുറിച്ച് അലിഗേഷൻ വന്നതും ഇങ്ങനെയുള്ള കാര്യം വന്നത്. അപ്പം ഈ 3 പേരെ എന്നെക്കുറിച്ച് പറയാമെങ്കിൽ അവകാശം ഉണ്ടെങ്കിൽ അവരും വന്ന് തെളിയിക്കാം. അതുകൊണ്ട് ഈ ജനങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാൻ പറയുക, നിങ്ങൾ ഈ കണ്ട ലോകത്ത് പോക്സോ കേസ് എന്ന് പറയുന്ന സാധനങ്ങളും ഇല്ലീഗലായിട്ട് നടക്കുന്ന കാര്യങ്ങളും മറച്ച് വെച്ചിട്ട് അതൊക്കെ വെച്ചിട്ട് വേറെങ്കിലും പെണ്ണുങ്ങൾ എങ്ങനെ പോകുന്നത് അത് പിടിച്ച് അറിയാതെ ഈ നാട്ടിൽ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന സാധനങ്ങൾ, പോക്സോ കേസ് എന്ന് പറഞ്ഞ കുഞ്ഞിനെ പ്രായപൂർത്തി കൊച്ചിനെ പീഡിപ്പിക്കുന്ന കാര്യം വന്നത് അത് ഈ ലോകത്ത് നടന്നോട്ടേനോ. അതേപോലെ തന്നെ കഞ്ചാവ് MDMA അങ്ങനെയുള്ള സാധനങ്ങൾ കുഞ്ഞുങ്ങളോട് വിതരണം ഇവന്മാർ ഇങ്ങനെ സോഷ്യൽ വർക്കാണ് ഞാൻ പറഞ്ഞു. ഇവന്മാരുള്ള ആൾക്കാർ വന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നാട് നശിപ്പിക്കാൻ. അപ്പോൾ ഈ രണ്ട് കാര്യം ഇവിടെ നടന്നോട്ടാണെന്ന് പറയുന്നത്. സ്വന്തം മക്കൾക്ക് പോലും സേഫ്റ്റി ഉറപ്പായിട്ടും. കാരണം നിങ്ങൾ 3 പേരാണ് എന്നെക്കുറിച്ച് അലിഗേഷൻ വന്നതും ഇങ്ങനെയുള്ള കാര്യം വന്നത്. അപ്പം ഈ 3 പേരെ എന്നെക്കുറിച്ച് പറയാമെങ്കിൽ അവകാശം ഉണ്ടെങ്കിൽ അവരും വന്ന് തെളിയിക്കാം. അതുകൊണ്ട് ഈ ജനങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാൻ പറയുക, നിങ്ങൾ ഈ കണ്ട ലോകത്ത് പോക്സോ കേസ് എന്ന് പറയുന്ന സാധനങ്ങളും ഇല്ലീഗലായിട്ട് നടക്കുന്ന കാര്യങ്ങളും മറച്ച് വെച്ചിട്ട് അതൊക്കെ വെച്ചിട്ട് വേറെങ്കിലും പെണ്ണുങ്ങൾ എങ്ങനെ പോകുന്നത് അത് പിടിച്ച് അറിയാതെ ഈ നാട്ടിൽ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന സാധനങ്ങൾ, പോക്സോ കേസ് എന്ന് പറഞ്ഞ കുഞ്ഞിനെ പ്രായപൂർത്തി കൊച്ചിനെ പീഡിപ്പിക്കുന്ന കാര്യം വന്നത് അത് ഈ ലോകത്ത് നടന്നോട്ടേനോ. അതേപോലെ തന്നെ കഞ്ചാവ് MDMA അങ്ങനെയുള്ള സാധനങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വിതരണം ഇവന്മാർ ഇങ്ങനെ സോഷ്യൽ വർക്കാണ് ഞാൻ പറഞ്ഞു. ഇവന്മാരുള്ള ആൾക്കാർ വന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നാട് നശിപ്പിക്കാൻ. അപ്പോൾ ഈ രണ്ട് കാര്യം ഇവിടെ നടന്നോട്ടേണെന്ന് പറയുന്നത്. സ്വന്തം മക്കൾക്ക് പോലും സേഫ്റ്റി ഇല്ലാത്ത കാര്യം ആക്കണോ ഇതുപോലെ. ഇവിടെ സജന സായിയോടൊക്കെ തുറന്നു പറഞ്ഞിരിക്കുന്നത് സജനയുടെ തെളിവുകളുണ്ട്, അത് ഹാജരാക്കുമെന്നാണ്. അങ്ങനെയെങ്കിൽ അത് ഹാജരാക്കണം. കാരണം തെളിവുകൾ ഉണ്ടെങ്കിൽ അത് ഹാജരാക്കി കഴിഞ്ഞാൽ ആരാണ് കുറ്റം ചെയ്തതെന്ന് അറിയാമല്ലോ. ഞാൻ ഇത് പറയാൻ കാരണം ഞാൻ പോയിട്ടുള്ളതൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതും അവരെ വിളിച്ചിട്ട് ഒരു റെക്കോർഡ്സ് എങ്കിലും ഞാൻ അവരെ വിളിച്ചിട്ട് നിന്റെ വീട്ടിൽ കയറി വരട്ടേടി, ഞാൻ അങ്ങോട്ട് വന്നിരുന്നോട്ടെ, ഞങ്ങളുടെ കൂട്ടുകാരായിട്ട് ഒരുമിച്ചിരുന്നോട്ടെ എന്നുള്ള ഒരു കാര്യങ്ങളും ഞാൻ ഇന്ന് വരെ ചോദിച്ചിട്ടില്ല. ഈ നിമിഷം വരെ സജനയുടെ അടുത്ത് അങ്ങനത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുമില്ല, ചെയ്തിട്ടില്ല. അതിനുള്ള റെക്കോർഡ്സ് എന്തെങ്കിലും പോട്ടെ. സജന പറഞ്ഞല്ലോ ഇതിനകത്ത് ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസുമായിട്ടാണ് വന്നത്. ഏത് കണ്ടസ്റ്റൻസുകൾ? അവരുടെ പേര് പറയും. എന്നിട്ട് ആ കണ്ടസ്റ്റൻസിനോട് ചോദിക്കും ഏത് കണ്ടസ്റ്റൻസ്. എൻ്റെ അറിവിൽ ബിഗ് ബോസിന്റെ ആളുകൾ ആരും സജനയുടെ വീട്ടിൽ വന്നിട്ടില്ല. സജനയുടെ വീട്ടിൽ പോയിട്ടുള്ളത് ഞാനും എൻ്റെ ഒരു മോൻ പയ്യനുണ്ട്, അവന് മാത്രമാണ് അതുൽ, അവന് മാത്രമാണ് അവിടെ പോയിട്ടുള്ളത്. സജന തെളിയിക്കേണ്ടത് ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ആരാണെന്നും അവരോട് ചോദിച്ചിട്ട് അങ്ങനെ ഒരു സംഭവം ദിയാസന ചെയ്തിട്ടുള്ളതുള്ളതാണ്. ഞാൻ അതിൽ ചലഞ്ച് ചെയ്യാണ് സജനടുത്ത്. അങ്ങനെ ഒരു കാര്യമില്ല. ഒരു സുപ്രഭാതത്തിൽ വന്ന് ഒരു ഓൺലൈൻ ചാനലിൽ വന്നിരുന്നിട്ട്, മറുനാടൻ മലയാളി പോലുള്ള ചാനൽ, പ്രത്യേകിച്ച് എനിക്ക് അഗേൻസ്റ്റ് നിൽക്കുന്ന ഒരു ചാനൽ വന്നിരുന്നു ദിയാസന MDMA ഉപയോഗിച്ചു, അതിനങ്ങ് തമ്മിലാക്കുന്നു, അതിന് അടിച്ചിറക്കുന്നു. എനിക്ക് കുടുംബമുണ്ട്, മകനുണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ആൾക്കാരുണ്ട്, ഇതെന്ത് വെള്ളരിക്കപ്പെട്ടണോ? സജന ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ആരാണെന്ന് പറയണം. 1. 2, എപ്പോൾ സജനയുടെ വീട്ടിൽ വന്നെന്ന് പറയണം. സജന സായിയോട് പറഞ്ഞു അത്രേ സജനയുടെ വീട്ടിൽ വന്നതിന്റെ റെക്കോർഡ് ഉണ്ടെന്ന്, വീഡിയോ ഉണ്ടെന്ന്. സജന അത് പബ്ലിഷ് ചെയ്യണം. ഞാൻ സജനയെ വെല്ലുവിളിക്കുകയാണ്. സജനയുടെ അടുത്ത് ഞാൻ MDMA ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഞാൻ പറയുന്നതോ അല്ലെങ്കിൽ എന്റെ ബേസിസിൽ ആരെങ്കിലും ചെയ്യുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ സജന പ്രൂവ് ചെയ്യണം. ഞാൻ ചലഞ്ച് ചെയ്യുന്നു. ഞാൻ ജനങ്ങളോട് ചലഞ്ച് ചെയ്യാണ്. ഇനി ഞാൻ വന്ന് സജന പറഞ്ഞപ്പോൾ തിരിച്ച് ചലഞ്ച് ചെയ്യുന്നതല്ലോ ഞാൻ ചെയ്യേണ്ട കാര്യം. ഞാൻ നിങ്ങളടുത്ത് ചലഞ്ച് ചെയ്യാണ്. എൻ്റെ ജീവിതം എന്നോട് ചോദ്യചിഹ്നമാക്കിയത് ഞാനൊരു MDMA ഉപയോഗിക്കുന്ന ആളാണോ ഡീലറാണോ എന്ന രീതിയിലാണ്. അതും
ഒരു മാനസിക നില തെറ്റി ഭ്രാന്ത് പിടിച്ച് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ വന്ന് എന്തൊക്കെയോ വിളിച്ച് കൂവിയപ്പോൾ. അതുപോലെ തന്നെയാണ് ബിഗ് ബോസിലെ മറ്റ് താരങ്ങളും അവിടെ വന്നിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആരൊക്കെയാണ് അന്ന് വന്നത് അവരെ കൂടി മെൻഷൻ ചെയ്യേണ്ടതാണ്. ഇവിടെയൊക്കെ ദിയ പറയുന്നത് അങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ല, ആരും തന്നെ ബിഗ് ബോസിൽ നിന്ന് അവിടെ വന്നിട്ടില്ല, ഇതൊക്കെ സജന കള്ളത്തരമാണ് പറയുന്നത്, ജയിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിയല്ല എന്നുള്ള രീതിയിൽ ദിയാസന പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്, നമുക്ക് എല്ലാവരും കൂടെ ചേർന്ന് പോയി ടെസ്റ്റ് എടുക്കാം, ഞാൻ തനിച്ച് പോയി ഒരു സർട്ടിഫിക്കറ്റുമായിട്ട് വന്നു കഴിഞ്ഞാൽ അതാരും വിശ്വസിക്കത്തില്ല, നമുക്ക് എല്ലാവരും കൂടെ ചേർന്ന് പോയി ടെസ്റ്റ് ചെയ്യാമെന്നാണ് ദിയാസന പറയുന്നത്. ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാനാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട്. ഞാനിപ്പം എൻ്റെ ടെസ്റ്റ് എടുത്ത് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഞാൻ പോയി കള്ള ടെസ്റ്റ് എടുത്തുകൊണ്ട് വരികയാണെന്നുണ്ട്. ഞാൻ ചലഞ്ച് ചെയ്ത് പറയാണ്, അവൾ അവിടെ ഇരുന്ന് പറഞ്ഞല്ലോ അവളെ ടെസ്റ്റ് ചെയ്യുക, എന്നെ ക്യാരിയർ ആക്കി. ഒന്ന് ആലോചിച്ച് നോക്കണം, ഡ്രഗ്സിനെതിരെ സംസാരിക്കുന്ന ഒരു ആക്ടിവിസ്റ്റാണ് ഞാൻ. ഇത് വെള്ളരിക്കപ്പെട്ടണമല്ല, ഡ്രഗ്സിനെതിരെ സംസാരിക്കുകയാണ്. ഇന്നും ഡ്രഗ്സിനെതിരെ സംസാരിച്ചുകൊണ്ട് എവിടെ വേണമെങ്കിലും എന്ത് ചലഞ്ചിന്റെ ഭാഗമായി മാറാൻ ഞാൻ തയ്യാറാണ്. മാനസിക രോഗം പിടിച്ചിട്ട് പ്രാന്ത് പിടിച്ചിട്ട് കുറെ റിലേഷൻഷിപ്പും കുറെ ആണുങ്ങളുമായിട്ട് കുറെ ബന്ധങ്ങൾ ഉണ്ടാക്കി എല്ലാ ആളുകളെയും ഫ്രോഡാക്കി എല്ലാ ആളുകളുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് ആളുകളുടെ തട്ടിപ്പ് നടത്തി വെട്ടിപ്പ് നടത്തി സമൂഹത്തിന് നാണക്കേട് ഉണ്ടാക്കി കുടുംബത്തിന് നാണക്കേടാക്കി കുട്ടികളുടെ ഭാവിയെ കളഞ്ഞ് സ്വന്തം ഭർത്താവിന് കൊച്ചിനെ പോലും കൊടുക്കാൻ നടക്കുന്ന ഇത്രയും വലിയൊരു ഫ്രോഡാണ് ഈ സ്ത്രീ എന്നുള്ളത് ഞങ്ങൾ ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിനാണ് അയാൾ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞതനുസരിച്ച് ഞാൻ ആ ഹോസ്പിറ്റൽ ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയത്. ഇവിടെ സജിനെക്കുറിച്ച് ദിയാസന പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ കഴിയുമെന്ന് അറിയത്തില്ല. കാരണം മാനസിക നില തെറ്റി ഞാനാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്, അങ്ങനെയുള്ള ഒരു വ്യക്തി പറയുന്നത് വിശ്വസിക്കാനാകുമോ എന്ന രീതിയിലാണ് ദിയാസന പറഞ്ഞു വയ്ക്കുന്നത്. അവിടെയൊക്കെ അതിൻ്റെ വ്യക്തമായുള്ള ഒരു ഓഡിയോയും പുറത്തു വിടുന്നുണ്ട്, അതായത് റസൂൽ പൂക്കുട്ടിയുമായിട്ട് സംസാരിക്കുന്ന ഒരു ഓഡിയോ. എന്തായാലും സജിനയ്ക്കുള്ള കുരുക്കുകൾ സജിന തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണെന്ന് തന്നെ പറയാം. ഇല്ലെങ്കിൽ വെറുതെ അടങ്ങിയിരുന്നവരെയൊക്കെ ഇതിലേക്ക് വലിച്ചിടയ്ക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതും ആലോചിക്കണം, കൂട്ടുകാരിയായിരുന്നവർ, ഒരു കാലത്ത് കൂട്ടുകാരിയായിരുന്നവർ. അതുകൊണ്ട് തന്നെ എല്ലാ രഹസ്യങ്ങളും അവർക്കറിയാം. അവരെല്ലാം തുറന്നു പറയുകയാണെങ്കിൽ എല്ലാവർക്കും കുഴപ്പമാവും. തെറ്റ് ചെയ്തിട്ടുള്ളവർ മാത്രം പേടിച്ചാൽ മതി, തെറ്റ് ചെയ്യാത്തവർ പേടിക്കേണ്ട ആവശ്യമില്ല. സജന ലാസ്റ്റ് വീക്കിൽ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റിനകത്ത് പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ 9 ആഴ്ച പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റാണ്. അത് അവരുടെ ഫോണിനകത്തുള്ള അവരുടെ പേഴ്സണൽ ഫോട്ടോ ആണ്. നമുക്കറിയാം അവരുടെ പേഴ്സണൽ ഫോട്ടോ, അവർ ഫോട്ടോ കാട്ടി തന്നിട്ടുണ്ട്, ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ആ ഫോട്ടോ അവരുടെ എഡിറ്റിംഗ് രീതിയാണ്, അവരുടെ എഡിറ്റിംഗ് സ്റ്റൈൽ, അവരുടെ മുന്നോട്ടുള്ള വീഡിയോകൾ റീൽസുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അവർ തന്നെയാണ് അത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവർ ഫെബ്രുവരി 18-ാം തീയതി ഇടുന്ന അവരൊരു പോസ്റ്റ് ആദ്യമായിട്ട് ഇട്ടു. അതിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്നൻസി കിറ്റിന്റെ ഒരു ഫോട്ടോ ആയിരുന്നു അവരിട്ടിരുന്നത്. അതിൽ പോസിറ്റീവ് കാണിച്ചത് റസൂൽ പൂക്കുട്ടിയുടെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാർഡായിരുന്നു. അത് അയാളെ ആദ്യത്തെ സമയം ഭീഷണിപ്പെടുത്താൻ വേണ്ടി അവൾ ഉപയോഗിച്ച വെപ്പനായിരുന്നു. കുറച്ച് നേരം അത് സ്റ്റോറിയിലുണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് അത് ഡിലീറ്റ് ആയി പോയി. ആ സ്റ്റോറി കണ്ട ഒരുപാട് സുഹൃത്തുക്കളുണ്ട് നമുക്ക്. രണ്ടാമത്തെ ദിവസം ഇട്ട പോസ്റ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ 28-ാം തീയതി അവൾ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റിൽ ഇവർ രണ്ടുപേരുടെയും കൂടെ ഉള്ള ഒരു ഫോട്ടോ ഇട്ടിരുന്നു, റസൂൽ പൂക്കുട്ടിയും സജനയും ആയിട്ടുള്ള ഫോട്ടോ ഇട്ടു. ആ ഫോട്ടോയിൽ ഇത് ക്യാപ്ഷൻ വിവാഹിതരാവാൻ പോകുന്നുള്ളതായിരുന്നു. അന്ന് നീലക്കോയിൽ പോലുള്ള ഓൺലൈൻ ചാനൽസുകൾ ആ പോസ്റ്റർ ഇട്ടിട്ട് അവർ ഡിലീറ്റ് ചെയ്തു. അവരുടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് അവരിത് ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു, അവർ തന്നെയാണ് ഇടാനും പറഞ്ഞിരുന്നതെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം ആ പോസ്റ്റ് ഡിലീറ്റ് ആയിട്ട് ഒരു ലൈവ് വന്നു സജന. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 5 മിനിറ്റോ 2 മിനിറ്റോ കണ്ടുള്ള ലൈവ് ആയിരുന്നു. ആ ലൈവിൽ റസൂൽ പൂക്കുട്ടിയുടെ കയ്യെ പിടിച്ച് വലിക്കുന്നുണ്ട്, നിങ്ങൾ ഇപ്പോൾ പറയുന്ന പൊതുസമൂഹത്തിനോട് നിങ്ങൾ എന്നെ കല്യാണം കഴിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ അയാളെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ലൈവായിരുന്നു. ആ സാധനം ഒരു 2 മിനിറ്റ് അങ്ങനെ കഴിഞ്ഞപ്പോൾ കട്ടായി. അത് ഓൺലൈൻകാരുടെ കയ്യിലൊന്നും കിട്ടിയില്ല, ആരുടെയും കയ്യിൽ കിട്ടിയില്ല. അത് കണ്ടവർ മാത്രം 1-2 പേരുണ്ട്. അവരെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മെൻഷൻ ചെയ്യാം, അവരുടെ ഡീറ്റെയിൽ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ അവരുടെ ഡീറ്റെയിൽസ് തരാം. ഈ ലൈവ് എന്തായാലും നമ്മളാരും കണ്ടിട്ടില്ല, ആർക്കും കിട്ടിയിട്ടുമില്ല. എന്തായാലും സജന റസൂൽ പൂക്കുട്ടിയെ കൊണ്ട് സത്യമൊക്കെ പറയിപ്പിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ശ്രമിക്കുന്നുണ്ട്. ഒരുപക്ഷെ അതിൻ്റെ ഭാഗമായിട്ട് സജനയും റസൂൽ പൂക്കുട്ടിയുമായിട്ട് ബന്ധമുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണോ ഇതൊന്നും അറിയത്തില്ല. എന്തായാലും പൂക്കുട്ടിച്ചേട്ടൻ പെട്ടു എന്ന് തന്നെ പറയണം. പല കാര്യങ്ങളും ഇപ്പം പലരുടെ കയ്യിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഇതൊരു സഹോദര സ്നേഹമാണെന്നോ ഇല്ലെങ്കിൽ പിതാവിനെ പോലാണെന്നോ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. എല്ലാം കള്ളത്തരമാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതിപ്പം സജനയുടെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരിയും കൂടെ പറയുകയാണ്. അങ്ങനെയുള്ളപ്പോൾ ഇനിയും ഒന്ന് ന്യായീകരിക്കാൻ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ജനങ്ങളുടെ പ്രതികരണമെന്ന് ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ നമുക്ക് വായിക്കാവുന്നേ ഉള്ളൂ. അത് കണ്ടിട്ട് ട്രിഗർ ചെയ്തിട്ട് അടുത്തൊരു വോയിസ് കോൾ വന്നിട്ടുണ്ട്. റോഷിനി വന്നിട്ട് ദുബായിലെ ഏറ്റവും നമ്പർ 1, എനിക്കത് പറയാൻ താല്പര്യമില്ല, അങ്ങനത്തെ ഒരു നിങ്ങൾ ഇപ്പോൾ അവളുടെ വോയിസ് മാത്രമേ കേട്ടിട്ടുള്ളൂ. ഞാൻ അവളുടെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. അതും കൂടി ഞാൻ എഡിറ്റ് ചെയ്തേക്കാം, കാരണം ഫോട്ടോ എൻ്റെ കയ്യിൽ കാണിച്ചു തരാം. ഞാനത് അവളാണ് റോഷിനി. കാരണം എന്തായാലും ഞാൻ ഇത്രയും അറിയില്ലേ. അപ്പോൾ എന്നെ ഭയങ്കരമായിട്ട് റോഷിനി നീ എന്നെ നശിപ്പിക്കാൻ നോക്കിയാൽ നിന്നെ ഞാൻ വെറുതെ വിട്ടണം, പോട്ടെ ജീവിക്കുക എന്ന് പറഞ്ഞ് വെറുതെ വിട്ടവളെ നീയായിട്ട് ചൊല്ലി മേടിക്കാറ്. എന്തായാലും ഇതിനോടൊപ്പം തന്നെ സജിന പറഞ്ഞ ദുബായ് ട്രിപ്പൊക്കെ ഇപ്പോൾ പൊങ്ങി വരുന്നുണ്ട്. അതിനെക്കുറിച്ച് ഇൻ്റർവ്യൂവിൽ നേരത്തെ പറഞ്ഞിട്ടുള്ളതായിരുന്നു. കാരണം സജിന മയക്കുമരുന്ന് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞ് ആ പെൺകുട്ടി ഒരു ഓഡിയോ പുറത്തു വിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ആ പെൺകുട്ടി കയറിയും സജിന ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും അവീതമാണെല്ലാം. ഇവിടെയൊക്കെ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. അത് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് സജിന പല കാര്യങ്ങളും പറഞ്ഞു വെക്കുന്നത്. പിന്നെ ഫിറോസ് ഖാനിന് ഓഫ് കോഴ്സ് അവരുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് ഇനി എനിക്കറിയത്തില്ല. കാരണം ലോകത്തുള്ള എല്ലാ പെണ്ണുമായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഫിറോസ് ഖാൻ ഇത്രയും സപ്പോർട്ട് ചെയ്തവർ വന്നിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു ലേഡി ആയതുകൊണ്ട് അവർ തമ്മിൽ എന്തെങ്കിലും ബന്ധം കാണും. ഇതൊരു ഉറപ്പില്ലാത്തൊരു കാര്യമാണ് ഉറപ്പിച്ചങ്ങ് പറയുന്നത്. അവിടെയൊക്കെ സജിനയ്ക്ക് തന്നെ അറിയത്തില്ല എന്തെങ്കിലും ബന്ധമുണ്ടോ ഇല്ലെന്ന്. അങ്ങനെ ഉള്ളപ്പോൾ അങ്ങ് ആരോപിക്കുകയാണ്, വെറുതെ അങ്ങ് ഫിറോസ് ഖാനെ അവരുമായിട്ട് ചേർത്ത് അങ്ങ് ആരോപിക്കുകയാണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം സജിനയുടെ വേറൊരു മുഖമാണ് പുറത്തു വരുന്നതെന്ന്. ഇതിനു മുമ്പ് നമ്മൾ കാണാത്ത രീതിയിലുള്ള ഒരു മുഖം. ഞാൻ എന്തായാലും എക്സ്പോസായി,
ഇനി മറ്റുള്ളവർ എക്സ്പോസ് ആവട്ടെ എന്നുള്ള രീതിയിലുള്ളൊരു സംസാര രീതി. അത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഫിറോസ് ഖാൻ ഒരു അലിഗേഷനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, ഒരു കുഞ്ഞിൻ്റെ കാര്യം, എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം. അതായത് എൻ്റെയും ഫിറോസ് ഖാനും ജനിച്ച കുഞ്ഞിനെ കുറിച്ച്. നാണമില്ലയോടോ തനിക്ക്? ഫോൺ തരുത്തില്ലടോ, ഇത്രയും നാൾ തനിക്ക് ഞാൻ ഫോൺ തന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ പ്രശ്നമുണ്ടായാലും തനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ ഫോൺ കോളും തന്നെ വിളിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കല്ല ഞാൻ കുഞ്ഞിനുള്ള സ്പേസ്. തന്നോട് ഇഷ്ടമുള്ളതുകൊണ്ടല്ല, തന്നോട് ബഹുമാനം കൊണ്ടല്ല. ആ കുഞ്ഞിന് തന്ത എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫാദർ എന്ന ഒരാളെ അവന് ആവശ്യമുണ്ട്. എൻ്റെ കുഞ്ഞും ഇതുപോലത്തെ ഒരു വേദന എൻ്റെ മൂത്ത മൂല അനുഭവിച്ചതുകൊണ്ട് ഞാൻ ആ തന്തയും മക്കളെയും പിരിപ്പിക്കാതെ നോക്കിയതാണ്. അത് തന്നോടുള്ള ബഹുമാനമല്ല. എൻ്റെ കുഞ്ഞിന് കിട്ടട്ടെ, അവന് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. ആ ഇഷ്ടം ഞാനൊരു തള്ള വിചാരിച്ചാൽ ഇല്ലാതാക്കാൻ പറ്റും. ഒരു തള്ള വേണ്ട, പോകേണ്ട, അങ്ങനെ ഇങ്ങനെയാണ് പ്രത്യേകമാണെന്ന് പറഞ്ഞു കൊടുത്താൽ തീർച്ചയായിട്ടും ആ കുഞ്ഞുങ്ങൾ വെറുക്കപ്പെടും. പക്ഷേ ആ കുഞ്ഞിന് ഇപ്പോഴും തന്നോട് ഇഷ്ടം തോന്നിക്കാൻ കാരണം ഞാൻ ഒരൊറ്റ എൻ്റെ അവിതാര്യമാണ്, എൻ്റെ ഭിക്ഷയാണോ അത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ മോനെ തനിക്ക് തരുന്നത് ഇനി തരുത്തില്ലടോ. കാരണം കുറച്ച് അലിഗേഷൻ കൂടെ ഞാൻ തന്നെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പേടിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ താൻ ഒരു ആണും പെണ്ണും കെട്ടവനാണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. സ്വന്തം മോളുടെ പ്രായമുള്ള ഒരു കുഞ്ഞിനെ നിനക്ക് പീഡിപ്പിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ മോനെ താൻ യൂസ് ചെയ്യും. അതുകൊണ്ട് എനിക്ക് പേടിയാണ്. താൻ ലീഗലി പോടോ. ഇതൊക്കെ എന്താണ് പറയുന്നത്? ഒരു അച്ഛനെ കുറിച്ചാണ് ഒരു അമ്മ പറയുന്നത്. ആ മകനെ ഇനി അച്ഛനെ കാണിക്കത്തില്ല, ഫിറോസ് ഖാനും മകനുമായിട്ട് ഇനി സംസാരിക്കത്തില്ല, ഫിറോസ് ഖാനെ മകനെ കാണാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കത്തില്ല എന്നുള്ള രീതിയിലൊക്കെ എങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നു? ഇവിടെയൊക്കെ ഒരാളുടെ യഥാർത്ഥ മുഖം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ അവരും ഫിറോസ് ഖാനുമായിട്ടുള്ള ബന്ധത്തിൽ വേർപിരിഞ്ഞ് താമസിക്കുകയാണ്. അങ്ങനെയുള്ളപ്പോൾ കുട്ടിയെ കാണിക്കത്തില്ല എന്ന് പറയുകയാണെങ്കിൽ അത് ശരിയായുള്ള കാര്യമാണ്. അവിടെയൊക്കെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ട് അത് നാളെ എൻ്റെ കുട്ടിയെയും അങ്ങനെ ആയിരിക്കും ട്രീറ്റ് ചെയ്യുന്നത് എന്ന രീതിയിലൊക്കെ പറഞ്ഞു വയ്ക്കുകയാണെങ്കിൽ ഇതിനെയൊക്കെ എന്താണ് പറയേണ്ടത്? മകൻ അച്ഛനെ കാണാതിരിക്കാൻ എന്തും ചെയ്യും എന്നുള്ള രീതി അത് ശരിയായുള്ള കാര്യമല്ല. എനിക്ക് കണ്ടിട്ട് ആദ്യമൊക്കെ ഭയങ്കര വിഷമം, ഡിപ്രഷൻ, കുറവില്ല. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കണ്ട് കരച്ചിലും ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ സ്ട്രോങ് ആയി. ഞാൻ ജീവിക്കൂടി. എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ജീവിക്കും. ഇനി ഏതോളം എന്നെ കുറിച്ച് എന്ത് ടെൻഷൻ നടന്നു മറിച്ചാണെന്ന് പറഞ്ഞാൽ എനിക്കൊരു പ്രശ്നമില്ല. എന്നെ അറിയാവുന്നവർക്ക് എന്നെ അറിയാം. ഇതിൻ്റെ അവസാനത്തെ വീഡിയോ ഞാൻ പറയത്തില്ല. അത് എനിക്ക് ജീവിക്കണം. എൻ്റെ സോഷ്യൽ മീഡിയയിൽ എനിക്ക് പല വീഡിയോ കൊളാപ്ഷൻ കാര്യങ്ങളൊക്കെ വേണം. ഞാൻ ഇതുപോലെ പേഴ്സൺ ഉണ്ടാക്കിയതല്ല. പേഴ്സൺ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള രീതിയിൽ നിന്നില്ല. എനിക്ക് സമ്പാദിച്ചെൻ്റെ മക്കൾ നോക്കണം. അതുകൊണ്ട് ഞാൻ തരും. അതുകൊണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു. ഈ ഫിറോസ് ഖാൻ ഈ മോനെ ഇത്രയും പറയുന്നുണ്ടല്ലോ, എടാ നാണമാണില്ലാത്തവനെ. നിനക്ക് ഈ കുഞ്ഞിനെ നീ ചിലപ്പോൾ ആഴ്ചയിലൊക്കെ വിളിച്ചോണ്ട് പോയിരുന്നു. ഈ വീഡിയോ ഇടുന്നതിന് തൊട്ട് മുന്നേ നീ ആദ്യം ആ കുഞ്ഞിനെ വിളിച്ചോണ്ട് പോയിട്ട് ഈ വീഡിയോ ഇടുന്നുണ്ടോ? എനിക്ക് കുഞ്ഞിനോട് ഭയങ്കര സ്നേഹം എന്ന് പറയുന്നുണ്ടല്ലോ. എടാ എൻ്റെ കുഞ്ഞ്, ഈ രണ്ട് കുഞ്ഞുങ്ങൾ എൻ്റെ വീട്ടുകാരൻ, എൻ്റെ ഈ ട്രോമ, ഞാൻ ഒരു ട്രോമയിലോട്ട് കാരണം എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനെ സൈബർ അറ്റാക്ക് വരുന്നത്. ഞാൻ ട്രോമയിലോട്ട് പോയി, ഞാൻ ഇവിടെ പാനിക്കായി വല്ലാത്ത അവസ്ഥയിൽ ഞാൻ ഇവിടെ കിടക്കുന്ന ഒരു പാനിക് സിറ്റുവേഷൻ എൻ്റെ കുഞ്ഞുങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എൻ്റെ കൂടെ നിന്ന് കരയുക, എനിക്ക് വല്ലാത്ത അവസ്ഥയിൽ ഞാൻ കരച്ചിൽ. ഇതെല്ലാം കുഞ്ഞുങ്ങൾ തോന്നുന്നുണ്ട്. ഒന്നുമില്ല, നിന്റെ കുഞ്ഞാന്ന് പറഞ്ഞാൽ ഭയങ്കര ആവശ്യം. നീ അതുകൊണ്ട് വിളിച്ചു ഞാൻ എവിടെയും പറഞ്ഞിട്ടുണ്ടോ നിന്റെ കുഞ്ഞിനെ വിളിച്ചോണ്ട്? ആ കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് നീ ഈ വീഡിയോ ഇട്ടായിരുന്നെങ്കിൽ നിന്നെ ഞാൻ സല്യൂട്ട് ചെയ്തേനെ. എടാ ഞാൻ എന്തെങ്കിലും ഒരു ബുദ്ധിമോശം ചെയ്തു പോകുന്നു. ഈ പെട്ടെന്നുള്ള അറ്റാക്കിൽ നമുക്ക് ആർക്കും താങ്ങാൻ പറ്റില്ല. അതിൽ കുറച്ച് നമ്മുടെ വീട്ടുകാർ കുറച്ച് ആൾക്കാർ എന്നെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. ഒരു പക്ഷേ ഞാൻ ഒറ്റപ്പെട്ട് പോയാൽ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മോശം കൊടുത്ത് ഞാൻ ചത്തുപോനെ. ആ നിമിഷം എൻ്റെ ബുദ്ധി തോന്നി കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും കൊടുത്ത് ഞാനങ്ങ് ചാവാന്ന് വിചാരിച്ചായിരുന്നെങ്കിലോ? അപ്പം എൻ്റെ ഈ കുഞ്ഞ് ചാവത്തില്ലായിരുന്നോടാ? നീ ഭയങ്കര സംഭവം പറയുന്നത് നാണമാനില്ലാത്തവനെ. എടാ കുഞ്ഞിനെ വെച്ച് ഭയങ്കര വിഷമത്തോടെ ഭയങ്കര കരച്ചിൽ പറയുന്നുള്ളൂ. എടാ നീയൊക്കെ ആരാണെന്ന്, എടാ നീ നീയൊക്കെ ഭയങ്കര വാദന പോലെ നീ ഇത് നല്ലെന്നുള്ളത് നാട്ടുകാർക്ക് ചിന്തിക്കുന്നവർക്കറിയാം, ബുദ്ധിയുള്ളവർക്ക് അറിയാം ആരാണെന്ന്. പിന്നെ ഈ നെഗറ്റീവ് പറയുന്ന നെഗറ്റീവുകൾ അവരുടെ ഞാൻ പറയുന്നത്, നിങ്ങൾ ആരും എനിക്ക് ചെറിഞ്ഞിരുന്നത്, നിങ്ങൾ ആരും മറ്റേ ഇതല്ല ഞാൻ ജീവിക്കുന്നത്. ഞാൻ അന്തസ്സായിട്ട് സമ്പാദിച്ച് നല്ല രീതിയിൽ തന്നെ ജീവിക്കണം. ഞാൻ എന്തെങ്കിലും ഒരു ബുദ്ധിമോശം ചെയ്തു പോകുന്നു. ഈ പെട്ടെന്നുള്ള അറ്റാക്കിൽ നമുക്ക് ആർക്കും താങ്ങാൻ പറ്റില്ല. അതിൽ കുറച്ച് നമ്മുടെ വീട്ടുകാർ കുറച്ച് ആൾക്കാർ എന്നെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. ഒരു പക്ഷേ ഞാൻ ഒറ്റപ്പെട്ട് പോയാൽ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മോശം കൊടുത്ത് ഞാൻ ചത്തുപോനെ. ആ നിമിഷം എൻ്റെ ബുദ്ധി തോന്നി കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും കൊടുത്ത് ഞാനങ്ങ് ചാവാന്ന് വിചാരിച്ചായിരുന്നെങ്കിലോ? അപ്പം എൻ്റെ ഈ കുഞ്ഞ് ചാവത്തില്ലായിരുന്നോടാ? നീ ഭയങ്കര സംഭവം പറയുന്നത് നാണമാനില്ലാത്തവനെ. എടാ കുഞ്ഞിനെ വെച്ച് ഭയങ്കര വിഷമത്തോടെ ഭയങ്കര കരച്ചിൽ പറയുന്നുള്ളൂ. എടാ നീയൊക്കെ ആരാണെന്ന്, എടാ നീയൊക്കെ ഭയങ്കര വാദന പോലെ നീ ഇത് നല്ലെന്നുള്ളത് നാട്ടുകാർക്ക് ചിന്തിക്കുന്നവർക്കറിയാം, ബുദ്ധിയുള്ളവർക്ക് അറിയാം ആരാണെന്ന്. പിന്നെ ഈ നെഗറ്റീവ് പറയുന്ന നെഗറ്റീവുകൾ അവരുടെ ഞാൻ പറയുന്നത്, നിങ്ങൾ ആരും എനിക്ക് ചെറിഞ്ഞിരുന്നത്, നിങ്ങൾ ആരും മറ്റേ ഇതല്ല ഞാൻ ജീവിക്കുന്നത്. ഞാൻ അന്തസ്സായിട്ട് സമ്പാദിച്ച് നല്ല രീതിയിൽ തന്നെ ജീവിക്കണം. അന്തസ്സായിട്ട് പൈസ ഉണ്ടാക്കി ജീവിക്കുന്നതാണ് സജിന പറയുന്നത്. പക്ഷേ സജിന കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് അങ്ങനല്ല. അയാളാണ് എൻ്റെ കുട്ടികളെ നോക്കുന്നത്, അയാളാണ് എൻ്റെ കുട്ടികൾക്ക് ഫീസ് കൊടുക്കുന്നത്, എൻ്റെ ചിലവ് നടത്തുന്നത്, ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അദ്ദേഹമാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളപ്പോൾ സജിന പറയുന്ന അന്തസ്സായിട്ടുള്ള ജോലി എന്ന് പറയുന്നത് ഇതൊക്കെയാണോ എന്ന് പലരും ചിന്തിക്കും. അതുകൊണ്ട് തന്നെ കൂടുതൽ അന്തസ്സിൻ്റെ കാര്യം പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. ചിലപ്പോൾ നല്ല രീതിയിലുള്ള കമൻസ് കിട്ടാൻ അത് കാരണമാകും. അതേപോലെ തന്നെ കഞ്ചാവ്, MDMA അങ്ങനെയുള്ള സാധനങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വിതരണം ഇവന്മാർ ഇങ്ങനെ സോഷ്യൽ വർക്കാണ് ഞാൻ പറഞ്ഞു. ഇവന്മാരുള്ള ആൾക്കാർ വന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നാട് നശിപ്പിക്കാൻ. അപ്പോൾ ഈ രണ്ട് കാര്യം ഇവിടെ നടന്നോട്ടാണെന്ന് പറയുന്നത്. സ്വന്തം മക്കൾക്ക് പോലും സേഫ്റ്റി ഇല്ലാത്ത കാലം ആക്കണോ ഇതുപോലെ? അപ്പം നിങ്ങൾ പ്രതികരിക്കുക. ഈ ചെറിയ ഈ പറഞ്ഞ കണക്ക് അവരോട് പോയി ഇവരോട് ഇങ്ങനെ പോയി അതല്ല. ആദ്യം ഈ ലോകത്തിന് നന്നാക്കാനുള്ള ഡ്രഗ്സ് ഇങ്ങനത്തെ സാധനങ്ങൾ, പിന്നെ അതേപോലെ തന്നെ പീഡനം, പ്രായപൂർത്തിയാവാത്ത കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നത്, ഇത് ലോകത്തിനോട് കൊണ്ടുപോകാൻ നിങ്ങൾ. ഇനി നിങ്ങൾ അടുത്ത എന്തെങ്കിലും പറഞ്ഞാൽ കൊല്ലാൻ പോയി. ഇപ്പം ഞാൻ രേണുസുതിയെ പോലെ തന്നെ എനിക്ക് കണ്ടിട്ട് ആദ്യമൊക്കെ ഭയങ്കര വിഷമം, ഡിപ്രഷൻ, കുറവില്ല. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കണ്ട് കരച്ചിലും ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ സ്ട്രോങ് ആയി. ഞാൻ ജീവിക്കൂടി. എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ജീവിക്കും. ഇനി ഏതോളം എന്നെ കുറിച്ച് എന്ത് ടെൻഷൻ നടന്നു മറിച്ചാണെന്ന് പറഞ്ഞാൽ എനിക്കൊരു പ്രശ്നമില്ല. എന്നെ അറിയാവുന്നവർക്ക് എന്നെ അറിയാം. ഇതിൻ്റെ അവസാനത്തെ വീഡിയോ ഞാൻ പറയത്തില്ല. എന്തായാലും 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പല പല ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ്. ഇതിലേതാണ് സത്യം, ഇതിലേതാണ് കള്ളമെന്ന് അറിയത്തില്ല. എന്നിരുന്നാലും ജനങ്ങൾ സജിനെ അത്ര വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാരണം പല കാര്യങ്ങളും തെളിവില്ലാതെയാണ് വന്ന് പറയുന്നത്. പലതും ചെയ്തതും ഫേക്കായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. പ്രത്യേകിച്ച് സ്റ്റോറി ഇട്ടതിന് ശേഷം എൻ്റെ മൊബൈൽ ഹാക്ക് ചെയ്തു. അത് റസൂൽ പൂക്കുട്ടിയുമായിട്ട് പ്രശ്നം തുടങ്ങി ആ സമയത്ത് ചെയ്ത പരിപാടിയാണ്. കുറച്ച് പേരെങ്കിലും അത് അറിയട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്തതാണ്. അതിനുശേഷം പിന്നീട് അവർ കോംപ്രമൈസ് ആയപ്പോൾ ഇങ്ങനൊരു കഥ ഇറക്കിയാണെന്നും പറയുന്നുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഈ കഥകളൊക്കെ അറിയാവുന്ന ജനങ്ങൾ സജിനെ വിശ്വസിക്കുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ പ്രായപൂർത്തിയാകാത്ത കുട്ടിയുടെ കഥ പറയുമ്പോഴും ഈ MDMAയുടെ കഥകൾ പറയുമ്പോഴും ഒക്കെ ആരും വിശ്വസിക്കാത്തത്. ഇനി എന്തെങ്കിലും തെളിവായിട്ട് വരുന്നതായിരിക്കും സജിനയ്ക്ക് നല്ലത്. അല്ലെങ്കിൽ ആരും വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ, സീ യു.
ആ